അടുത്തത് ബോവാൾട്ട് ബ്ലാങ്ക് റിഡക്ഷൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ എസ്റ്റേഴ്സിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക കറസ്പോണ്ടിങ് ആൽക്കഹോളായിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ എത്തനോൾ. അതാണ് മെയിനായിട്ടുള്ള പോയിന്റ്സ്. അതായത് ബോവാൾട്ട് ബ്ലാങ്ക് റിഡക്ഷൻ അങ്ങനെ പേര് വരണമെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? കാർബോക്സിലിക് ആസിഡിൻ്റെ എസ്റ്ററിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. അതിൽ സോഡിയം ഇൻ എത്തനോളിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോൺ ഹൈഡ്രൈഡ് ഇതൊക്കെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന മെത്തേഡാണ് ഇത്. പിന്നെ കുറച്ചുകൂടി കൺവീനിയൻ്റ് എപ്പോഴാണ് മറ്റേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കുന്നുണ്ട്? RCOO R- എന്ന് പറയുന്നൊരു മോളിക്യൂളിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് 2 മോളിക്യൂളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുക. അത് 2 മോളിക്യൂളായിട്ട് സ്പ്ലിറ്റ് ആവുന്നത് നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് OH ആൽക്കഹോൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്ലിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആവുന്നില്ലെങ്കിലും ഒരു ഭാഗത്ത് റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. COO CH3 ഉള്ള സ്ഥലത്ത് CH2OH ആണ് ഉണ്ടാവുക. അതിൽ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ്. ആദ്യം നമ്മളൊരു കാർബോക്സിലിക് എസ്റ്റർ എടുത്തു. ഇതിൽ സിംഗിൾ ഇലക്ട്രോൺ മെക്കാനിസം ആണെന്നാണ് ചെയ്യുന്നത്. അതായത് ഓരോ ഇലക്ട്രോൺ ആയിട്ടാണ് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് O ഉണ്ട്, അതിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നിട്ട് ആഡ് ആകുന്ന സമയത്ത് നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഓയിൽ നിന്ന്, അതായത് കാർബണിക് ഗ്രൂപ്പ് എവിടെയാണുള്ളത് അതിൻ്റെ കാർബണുമിലേക്കാണ് ഈ ഇലക്ട്രോൺ വന്നിട്ട് ആഡ് ആവുക. അപ്പോൾ അതിൻ്റെ വാലൻസി കറക്റ്റ് ആക്കാൻ വേണ്ടി ഡബിൾ ബോണ്ട് O ഷിഫ്റ്റ് നടന്നിട്ട് മറ്റേ സിംഗിൾ ബോണ്ട് O ആവും. അതിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി നമ്മളൊരു സോൾവെൻ്റ് ആയിട്ട് നമ്മൾ ETOH ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രോട്ടോൺ എബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ചാർജിന് അവിടെ ഹൈഡ്രജൻ വരും, അങ്ങനെ OH ആവും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എന്ത് സംഭവിക്കും? അടുത്ത ഇലക്ട്രോൺ വന്നിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി റാഡിക്കൽ ആയിരുന്ന സ്ഥലത്ത് പിന്നെ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. വീണ്ടും പ്രോട്ടോണിൻ്റെ പ്രസൻസിൽ ഇതിനൊരു റീഅറേഞ്ച്മെൻറ്റ് സംഭവിച്ചിട്ട് ഈ നെഗറ്റീവ് ചാർജ് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? HOR- ആയിട്ട് അത്രയും ഭാഗം റിമൂവ് ആയി പോകും. HOR- ആയിട്ട് റിമൂവ് ചെയ്ത് പോയാൽ ബാക്കി എന്താണുള്ളത്? RC ഡബിൾ ബോണ്ട് O ആണുള്ളത്. പ്രോട്ടോൺ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? RCHO ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു ആൾഡിഹൈഡ് ആണ് ആക്ച്വലി കിട്ടിയത്. ഇനി ഇപ്പോൾ നടന്ന സെയിം മെക്കാനിസം വീണ്ടും നടന്നത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു അപ്പോൾ നമ്മൾ ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒന്നുകിൽ സോൾവെൻറ്റിലത്തെ പ്രോട്ടോൺ ആവാം. സോൾവെൻറ്റിലത്തെ പ്രോട്ടോൺ എബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്താണ് R-OH ആയിട്ട് ഫോം ചെയ്യുന്നത് ആവാം. ആക്ച്വലി ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഹൈഡ്രജൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഓൾറെഡി OH ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോട്ടോൺ എബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വീണ്ടും ഈ മെത്തേഡ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്കൊരു ആൾഡിഹൈഡാണ് ഇപ്പോൾ കിട്ടിയത്. ഒരു ആൽക്കഹോൾ പോയിട്ട് ഒരു ആൾഡിഹൈഡ് കിട്ടി. ഇനി ഈ ആൾഡിഹൈഡിലേക്ക് വീണ്ടും ഇതേ മെക്കാനിസം തന്നിട്ട് സിംഗിൾ ഇലക്ട്രോൺ ആഡ് ചെയ്യും. വീണ്ടും കാർബണുമ്മ റാഡിക്കൽ ഫോം ചെയ്യും. വീണ്ടും പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ O നെഗറ്റീവ് ചാർജുള്ള സ്ഥലത്ത് OH ഉണ്ടാവും. അടുത്ത ഇലക്ട്രോൺ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് റാഡിക്കൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. വീണ്ടും പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബോക്സിലിക് ആസിഡ് എസ്റ്റർ ആയതുകൊണ്ട് 2 പ്രാവശ്യം കോമ്പൗണ്ട് മാറുന്നുണ്ട്. ആദ്യം ഒരു ആൾഡിഹൈഡ് ഇടയിൽ ഫോം ചെയ്തതിന് ശേഷമാണ് അവസാനം ഒരു ആൽക്കഹോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ റിയാക്റ്ററും പ്രൊഡക്റ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസത്തിൽ കൂടെ പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിലും COOMe അതിനെ എങ്ങനെ CH2OH ആയെന്ന് ഒറ്റയ്ക്ക് നമുക്ക് മനസ്സിലാവില്ല. മെക്കാനിസം മനസ്സിലാക്കുമ്പോഴാണ് ഒരു ആൾഡിഹൈഡ് സ്റ്റേറ്റ് കൂടെ കടന്നു പോകുന്നതെന്ന് മനസ്സിലാവും. പിന്നെ ഇതിന് 2 എക്സാമ്പിൾസ് എഴുതാം. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇത് സെയിം എക്സാമ്പിളാണ്. COOMeയുടെ സ്ഥലത്ത് CH2OH ആവുന്ന എക്സാമ്പിൾ. പിന്നെ ഇങ്ങനത്തെ എക്സാമ്പിൾ. പിന്നെ ഇതിൽ ഒരു പോയിന്റ് ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ സോഡിയം ഉപയോഗിക്കുന്നുണ്ട്, എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് NaOET ആയിട്ടല്ല റിയാക്ട് ചെയ്യുന്നത്. സോഡിയം ഡിസോൾവ്ഡ് ഇൻ ആൽക്കഹോൾ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടെ വേറൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നില്ല. മെറ്റൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ആണ് ആൽക്കഹോൾ സോൾവെൻറ്റിൽ നമ്മുടെ സോഡിയം ഇരിക്കുന്നത്. പിന്നെ സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഇനി ഇതിൽ മെക്കാനിസത്തിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. അതായത് നമുക്ക് എന്താണ്, ഒരു കാർബണിൽ ഗ്രൂപ്പിലേക്ക് ഒരു സിംഗിൾ ഇലക്ട്രോൺ ഒന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ എന്താണ് വിളിക്കുക? കീറ്റൈൽ എന്നാണ് വിളിക്കുക. പിന്നീട് അത് ആനോൺ ആവുമ്പോൾ നമ്മളതിനെ കീറ്റൈൽ റാഡിക്കൽ ആനോൺ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ ഈ റാഡിക്കൽ ആവുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ
ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലായിരിക്കും നമ്മുടെ ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ റാഡിക്കൽ വരുന്ന സമയത്ത് അത് ആഡ് ആവുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലായിരിക്കും. അങ്ങനെയാണല്ലോ, റാഡിക്കൽ ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് പറയുന്നത്. അവസാനം നമ്മുടെ ഈ റാഡിക്കൽ ആനയോണിന് റീഅറേഞ്ച്മെന്റ് സംഭവിച്ചിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഒരു കീറ്റൈലിന്റെ പ്രസൻസ് കൂടെ ഇതിൽ ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് ഇതിലുള്ള ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ലോ ലൈയിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റാഡിക്കൽ ഫോം ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇന്റർമീഡിയറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ലാസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടും.